ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഫുഡിൻ്റെ എല്ലാ സെറ്റപ്പും ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പല വെറൈറ്റിയിലുള്ള ഫുഡ് അവർ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ഫുഡും വളരെ ടേസ്റ്റിയും ഭയങ്കര വ്യത്യസ്തമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഫുഡിന് എരിവും പുളിവും ഒക്കെ ഉള്ളപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം എരിവൊന്നും ഇല്ലാണ്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു. എനിക്ക് സോസേജാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോസേജ് ഞാനിങ്ങനെ ഒരു 2 ടൈംസ് എങ്കിലും കഴിച്ചായിരുന്നു. മറ്റുള്ള ഫുഡൊക്കെ ഓക്കെ ആണെങ്കിലും എനിക്കത് അത്രയും അഫോർഡബിളായിട്ട് തോന്നിയില്ല. പക്ഷേ നമ്മുടെ വയറിന് പിടിക്കത്തില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് എല്ലാ ഫുഡും നമുക്ക് എടുക്കാനൊരു മടിയായിട്ടുള്ളത്. പക്ഷേ എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ശരിക്കും 5 ഡേയ്സിലെ ഫുഡും ഇങ്ങനെ തന്നെയായിരുന്നു. 3 ഡേയ്സിലെ മോർണിംഗ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ സെയിം ഫുഡായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ സൂപ്പ് ഐറ്റംസ് അതെല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും ഫുഡ് കഴിക്കുകയാണ്. ഫുഡെല്ലാം കഴിഞ്ഞ് തീർന്ന ശേഷം അടുത്ത് വേറൊരു സൈഡിലായിട്ട് നമുക്ക് കോഫി, ചായ, പിന്നെ ബ്രെഡ് ഐറ്റംസ്, പിന്നെ ബ്ലാക്ക് ടീ, അതുപോലെ തന്നെ സീഡ്സ് ഐറ്റംസ് അത് വേണമെങ്കിൽ നമുക്ക് ചൂടാക്കി കഴിക്കാം. അല്ല കൂളായിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. പിന്നെ മിൽക്ക്, അങ്ങനെ കുറേ സംഭവങ്ങളും ഉണ്ട്. അതും എനിക്ക് നല്ല ബെറ്ററായിട്ട് തന്നെയാണ് തോന്നിയത്. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് കിടക്കുകയാണ്. കുറച്ച് നേരം ഞങ്ങൾ റൂമിൽ റെസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വന്ന് വണ്ടി വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ വാനിപ്പോൾ എത്തും, അതിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. എല്ലാവരും വന്ന് ഫ്രണ്ട് എൻട്രിയിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. Take care and tell something about for the activity. Second, we are going to the undersea. പട്ടായ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സെയിലിന് വേണ്ടി ക്യാപ്പ്, അതുപോലെ തന്നെ മിററ്, പിന്നെ ചപ്പൽസ് എല്ലാം ഇങ്ങനെ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ എല്ലാവരും സെയിലിന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ മെയിൻ എൻട്രൻസ് ഭാഗത്തോട്ട് പോവുകയാണ്. അത് ബോട്ടിങ്ങിന് വേണ്ടിയാണ്. ബോട്ടിങ് അവിടെ നിന്ന് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്ത് കൊണ്ടെത്തിച്ച ശേഷം പാരാസെയിൽ, അണ്ടർ സീ വാക്ക്, സ്കൈ, ബനാന ബോട്ടിങ്, ഇങ്ങനെ 4 ടൈപ്പിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് കയറാൻ വേണ്ടി എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മഞ്ജു എന്ന് പറയുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. പുള്ളിക്കാരിയുടെ അച്ഛനും അമ്മയും പിന്നെ മകളും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഇവിടെയുള്ള ഗൈഡാണ്. ഞങ്ങൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, അതിന് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്, കോംബോ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. പിന്നെ ഇവിടെ സെയിൽസിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല റേറ്റാണ്. Jacket have it to home. The parachute attached with your jacket, then you quickly take 3. ഞങ്ങൾ 2 ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്തായിരുന്നു. മോളും മോനുമാണ് അത് ചെയ്തത്. എനിക്ക് പേടിയായിരുന്നു. പുള്ളിക്കാരന് ഈ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് അത് അവിടെ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസൊക്കെ കഴിഞ്ഞവർക്ക്, അതായത് മുട്ടിന് ചെറിയ പ്രോബ്ലം ആയിട്ട് അങ്ങനെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട്
നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പേടി കാരണമാണ് ചെയ്യാതെ. അപ്പോൾ പാരാസെയിൽ കഴിഞ്ഞ് ഇനി അണ്ടർ സീ വാക്കിന് വേണ്ടി പിള്ളേരെ കൊണ്ടവിടെ ആക്കിയ ശേഷം ഞങ്ങൾ വേറൊരു ഭാഗത്തോട്ട് പോവുകയാണ്. അവർ അണ്ടർ സീ വാക്കിങ് കഴിഞ്ഞിട്ട് എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ വലിയ ആഴമൊന്നും ഇല്ലാണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കടൽ തീരം തന്നെയാണ്. ഞാനിവിടെ വരുന്നതിന് മുന്നേ സ്പെഷ്യൽ ഫുഡിലൊക്കെ തപ്പി നോക്കിയപ്പോൾ കിട്ടിയത് ഒരു കോക്കനട്ട് വാട്ടറിൻ്റെതും കോക്കനട്ടൊക്കെ ഡിഫറെൻ്റാന്ന് കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയായിരുന്നു. നമുക്കിവിടെ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് വേണമെങ്കിൽ കറങ്ങാനൊക്കെ പോകാം കേട്ടോ. സ്പെഷ്യൽ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്ത ശേഷം 1 ഹവറിന് ഇത്ര തായ് ബാത്ത് എന്നുണ്ട്, അങ്ങനെ പോയി കറങ്ങിയിട്ടൊക്കെ വരാം. പക്ഷെ ഞങ്ങളതൊന്നും ചെയ്തില്ല. ഞങ്ങളവിടെ കുറേ ഫുഡ് ഐറ്റംസ് വീണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഇത് ബാസ്ക്കറ്റ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ബാസ്ക്കറ്റ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതായത് ഫ്രൂട്ട്സൊക്കെ വയ്ക്കുന്ന ബാസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഹസ്ബൻഡ് പിള്ളേരെല്ലാം കൂടെ കടലിൽ കുറച്ച് നേരം എൻജോയ് ചെയ്തു. അപ്പോൾ എനിക്ക് നീന്തലൊന്നും അറിയത്തില്ല. പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ എന്നെ കൊണ്ടുപോവുകയാണ്. ഒരു സൈഡ് ബനാന ബോട്ടിങ് നടക്കുകയാണ്. അത് ഞങ്ങളുടെ കൂടെ വന്നതിൽ കുറച്ച് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉച്ചയായി, ഞങ്ങളുടെ ഫുഡിൻ്റെ ടൈമായി. വീണ്ടും ഞങ്ങളുടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് തായ് ഫുഡാണ്. അപ്പോൾ അത് വളരെ വെറൈറ്റി കൂന്തൽ, പിന്നെ ഓട്ടോപ്പസിൻ്റെ അങ്ങനെ കുറച്ച് ഐറ്റംസ്, വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഫിഷ് വന്നിട്ട് കുറച്ച്, ഇത് ഫിഷാണ് കേട്ടോ. ഇത് വന്ന് കുറച്ച് സോസൊക്കെ വെച്ചിട്ടുള്ള ഫുഡ് ക്രിയേഷനായിരുന്നു. അതും കൊള്ളായിരുന്നു. തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഞങ്ങൾ വീണ്ടും ഈവനിങ് യാത്ര ആരംഭിച്ചിരിക്കുന്നു. അത് ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയാണ്. ഇവിടുത്തെ കുറച്ച് മാൾസൊക്കെ ഉണ്ട്. അതിൽ 21 ടെർമിനൽ എന്ന് പറയുന്നത് കുറച്ച് ബെറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്കാണ് ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത്. ഞങ്ങൾ 21 ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും ഡ്രസ്സൊക്കെ ഞങ്ങളുടെ അവിടുത്തെ ഡ്രസ്സാണ് ബെറ്ററെന്ന് എനിക്ക് തോന്നി. ഈ ഒരു ടൈമിൽ നമ്മുടെ ഏരിയയിലുള്ള ഡ്രസ്സൊക്കെയാണ് അഫോർഡബിൾ റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നല്ലതുപോലെ റേറ്റ് ഉണ്ട്. പിന്നെ എനിക്കിവിടെ വെറൈറ്റി ആയിട്ട് തോന്നിയത് പാരീസ്, ഇറ്റലി, ഇങ്ങനെ കുറച്ച് ബോർഡ് കണ്ടായിരുന്നത് കണ്ടോ. അതായത് ഇത് ഓരോ ഫ്ലോറും ഓരോ രാജ്യത്തിൻ്റെ ഇതായിട്ടുള്ളതാണ്. രാജ്യത്തിൻ്റെ ഫുഡ് ഐറ്റംസ് ആയിരുന്നാലും ഡ്രസ്സ് ഐറ്റംസ് ആയിരുന്നാലും നമുക്ക് അങ്ങനത്തെ കുറച്ച് വെറൈറ്റി കാണാൻ സാധിച്ചു. ഇത് സോപ്പിൻ്റെ ഒരു ക്രിയേഷൻസാണ്. പല വെറൈറ്റി കണ്ടാൽ തോന്നും എന്തോ ഫുഡ് ഐറ്റംസ് ആണെന്ന് തോന്നും. പക്ഷേ ഇതൊരു സോപ്പിൻ്റെ ഒരു ക്രിയേഷനാണ്. നല്ലതുപോലെ റേറ്റ് ഉണ്ട്. പിന്നെ മസാജ് സെൻറ്ററുകൾ ഇതിനകത്തും ഉണ്ട്. അത് പോയിട്ട് ബാഗിൻ്റെതൊക്കെയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ബാഗേജൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ ഒരു ബാഗിന് 5000 ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ. ഇതെല്ലാ ഐറ്റംസും ഉണ്ടെങ്കിലും കുറച്ച് റീസണബിളായിട്ടുള്ള പ്രൈസൊന്നും അല്ല. അത് നമ്മുടെ സ്ട്രീറ്റ് ഭാഗത്തുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കുറവാണ്. അല്ലാതെ മാളിലൊക്കെ നല്ലതുപോലെ റേറ്റ് ഉണ്ട്. ഇത് സോപ്പിൻ്റെ പല പല വെറൈറ്റി ഐറ്റംസാണ്. ഫ്ലവറിൻ്റെതായിരുന്നാലും പിന്നെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെതായിരുന്നാലും ബോഡിയുടേതായിരുന്നാലും അങ്ങനെ കുറേ ഐറ്റംസിൽ സോപ്പിൻ്റെതാണ് വേണ്ടത്. ഫിഷ്, സീ, oh my god. How much? 200. Already cooking? Already ready made. Ready made. This one 100. Okay. ഇത് 100 എന്നാണ് പറയുന്നത്. 100 ബാത്ത്, അതായത് നമ്മുടെ നാട്ടിൽ വന്നിട്ടൊരു 200 രൂപയിൽ മേളിൽ വരുന്നതാണ്. ഇത്
എന്തോ ഒക്ടോപ്പസിൻ്റെ ഡ്രൈ ആക്കിയതാണ്, സംഭവമാണ്. കൊള്ളാം, നല്ല ടേസ്റ്റാണ്, സൂപ്പർ. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മാളിൻ്റെ എൻട്രിയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ വെറൈറ്റി ആയിട്ട് നോക്കാൻ ഞങ്ങൾ KFC ആണ് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ചെറിയൊരു പീസ് KFCയുടേത് ഓർഡർ ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. 109 ബാത്താണ് ഇവിടെ. ബാത്തിൻ്റെ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ KFCയെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ടല്ലേ ടേസ്റ്റിന്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർന്നു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിഞ്ഞ ശേഷം കുറച്ചൊന്ന് വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിഞ്ഞു, വാക്കിംഗ് സ്ട്രീറ്റിലോട്ടൊന്ന് നടന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് അവിടുത്തെ സ്ട്രീറ്റിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. അവസ്ഥ എന്ന് പറയുന്നതല്ല, ഇവിടുത്തെ ഒരു വെറൈറ്റി കാഴ്ചകളാണ്. ലേഡീസ് എല്ലാം നൈറ്റാണ് ഇങ്ങനെ സ്ട്രീറ്റ് ഭാഗത്തെല്ലാം വന്ന് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചധികം നടന്നപ്പോൾ എല്ലാവരും നല്ല ടയേർഡായി. അപ്പോൾ തന്നെ നമ്മുടെ യാത്ര വേണ്ടാന്ന് വെച്ചു. ഇവിടെ കുറേ അധികം നടക്കുമ്പോൾ പിന്നെ നടക്കാൻ വയ്യ. മോർണിംഗ് മുതലേ നമ്മളിങ്ങനെ നടക്കുകയല്ലേ, ഓരോന്നും ഇറങ്ങിക്കണ്ടും. അപ്പോൾ അതിൻ്റേതായ ക്ഷീണം കാരണം ഇന്നത്തെ യാത്ര മതിയാക്കി ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്.